ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയും കാണുന്നില്ല. ഹെഡ് ഓഫീസിൽ നിന്ന് പ്രത്യേക ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, പുതിയ ലോണൊന്നും പാടില്ലെന്ന്. എന്ത് ഹെഡ് ഓഫീസ് സാറേ, ഒരു 2000 രൂപയുടെ പ്രശ്നമല്ലേ ഉള്ളൂ. No, no, that's not the thing. I have to strictly follow the instruction of my head office. And further, Reserve Bank is also very strict now. I could have done something if it is for some agricultural purpose. കൃഷി. സാറേ, സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇംഗ്ലീഷിൽ, ഒറ്റ അക്ഷരം ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. തരാൻ പറ്റില്ലെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ മതി, ഇല്ലെന്ന്. ഇംഗ്ലീഷും പത്രാസും ഒക്കെ ഞങ്ങളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? പട പോ. പോലെ പ്ലോട്ട് മാത്രമേ ഉള്ളൂ പണയമായി തരാൻ. അല്ല, നാഷണൽ ഹൈവേയിൽ 1 കിലോമീറ്റർ ടാറിട്ട റോഡുണ്ട്. പോരെങ്കിൽ കൽപ്പാത്തി പുതിയ പാലവും തരാം, ഒരു റെയിൽവേ സ്റ്റേഷനും മതിയോ? സാറേ, ഈ ബീഡി തെറുപ്പിന് ലോൺ കിട്ടുമോ? വീട് തീർപ്പിനല്ലേ? പോസ്റ്റ് ഓഫീസ്. അയാളുടെ ഇംഗ്ലീഷ് കിട്ടില്ലേ? ഇയാൾ ഒരു വെള്ളക്കാരന്റെ മോനോ? കൊരങ്ങൻ. മോന്തൊക്കെ ഒരു ചവിട്ട് വെച്ച് കൊടുക്കണം. ശ്രീധരേട്ടാ, മാനേജർ എന്ത് പറഞ്ഞു? 2000 രൂപയായിട്ട് തരാൻ പറ്റൂല, കുറഞ്ഞത് 20,000 രൂപയാണെങ്കിൽ നോക്കാവെന്ന്. ഞങ്ങൾക്ക് അത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇനി പോന്നു. തമാശ കള. എന്താ പറഞ്ഞത്? എന്ത് പറയാനാ, നീ ജോലി ചെയ്യുന്ന ബാങ്കല്ലേ, ഞങ്ങളെക്കാൾ കൂടുതൽ നിനക്കറിയാമല്ലോ. ഞങ്ങൾ പോന്നു. ഞാനൊരു കാര്യം പറഞ്ഞ ശ്രീധരേട്ടൻ ദേഷ്യപ്പെടരുത്. എന്റെ SB അക്കൗണ്ടിൽ കുറച്ച് പൈസ അടുപ്പുണ്ട്, ഞാനത് എടുത്തു തരാം. വേണ്ട. വെറുതെ ആണെന്ന് കരുതണ്ട. ശ്രീധരേട്ടൻ നിർബന്ധമാണെങ്കിൽ ഞാൻ പലിശ വാങ്ങിച്ചോളാം. വേണ്ട. അതെന്താ ശ്രീധര, ആരുടെയും കാശല്ലേ? കൂടാതെ പത്മം പലിശ വാങ്ങിച്ചോളാന്നാ പറയുന്നത്. പിന്നെന്താ? അതൊന്നും ശരിയാവില്ല. വേണ്ടെങ്കിൽ വേണ്ട. കുഞ്ഞുണ്ണി കോളേജ് വിട്ടിഞ്ഞ് പോരും, അത്ര തന്നെ. പിന്നെ ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അതും ഇതും ആലോചിക്കുന്ന എന്തിനാ? ഈ വക കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത വാശി പിടിക്കരുത്. ഒന്നില്ലെങ്കിലും കുഞ്ഞുണ്ണിയുടെ ആവശ്യത്തിനല്ലേ വാങ്ങിക്കുന്നത്. കുട്ടൻ പട്ടം പറത്തി, പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു, പട്ടം പൊട്ടി കുട്ടൻ കരഞ്ഞു. അപ്പൂപ്പൻ പപ്പടം ചുട്ടു, ചുട്ട പപ്പടം തട്ടി പൊട്ടിച്ചു. മോർണിംഗ് വന്നേ. മാമ ഇതെല്ലാം തന്നിട്ട് കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനല്ലേ? ഇല്ല മോനെ, മാമൻ അതൊക്കെ വെറുതെ പറയുന്നതല്ലേ. പിന്നെ അമ്മ കൂടെ ഉള്ളപ്പോ വഴക്ക് പറയുന്നതോ? അത് പിന്നെ എല്ലാ മാമന്മാരും അങ്ങനെയാ മോനെ. എന്താ മോളെ? എന്റെ ഈശ്വര, മാറി നിൽക്കടാ. എന്തിനാ മേത്തോട് വലിഞ്ഞേറുന്നത്? പോടുന്നു അശ്രീകരം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഈ പുന്നാരിക്കുന്നതൊക്കെ കുറച്ചു കഴിഞ്ഞ് വഴക്ക് പറയാനാണെന്ന്. എന്തിനാ അമ്മേ ഈ മാമൻ എപ്പോഴും കണ്ട എന്നോട് ദേഷ്യപ്പെടുന്നത്? ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ കുഴി വല്ല ദുബായിന്നാ. സാറേ ഇരിക്കൂ. എന്താണാവോ വേണ്ടത്? മിസ്റ്റർ കുഞ്ചുണ്ണി ഇല്ലേ? സ്റ്റുഡന്റ് അല്ലേ? ഉണ്ട്, വിളിക്കാം. എടോ, ആ കുഞ്ഞുണ്ണി ഒന്ന് വിളിക്ക്. ദുബായിന്ന് ഒരു സാറ് വന്നിട്ടെന്ന് പറ. ശരി സാർ.
അപ്പൊ ദുബായിൽ എന്താണോ പോസ്റ്റ്? വലിയ പോസ്റ്റ് ആയിരിക്കും. വലിയ പോസ്റ്റാ. എക്സ്പോസ്റ്റ് ഇമ്പോസ്റ്റ്. ഓ അത് ശരി, എക്സ്പോർട്ട് ഇമ്പോർട്ട്. ഇറക്കുന്നുണ്ടാവും. എ സി കിടന്ന് ശീലിച്ചോണ്ട് തീരെ വയ്യ. ഹലോ. എക്സ്ക്യൂസ് മീ. Oh, yes. ഹലോ ഹലോ. ആ ആ ഞാൻ തന്നെ. ആരാണ്? ഓഹോ ഹോ 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 ഹോ, അത് ശരി, അഡ്മിഷന്റെ കാര്യമാണല്ലേ? അത് ശരി. ഓ ശരിയാക്കാം, ഓ ശരിയാക്കാം. അയ്യോ, ആരെങ്കിലും കേൾക്കും. ഇവിടെ അതിന്റെ പ്രശ്നമൊന്നുമില്ല. നേരിട്ട് ഇങ്ങോട്ട് വന്നാ മതി. ഇവിടെ വളരെ സ്ട്രിക്റ്റാ കാര്യങ്ങൾ, ഞാനല്ലേ നോക്കുന്ന കാര്യങ്ങളെല്ലാം. ആ പിന്നെ എപ്പോ വരും? 10 മണിക്കോ? ആ പ്രാർത്ഥനയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അതിനെന്താ, പാൻസ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല. ദുബായിൽ നിന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ദുബായിന്നോ? അതെ. ഈ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ? ശരിയാക്കി തരാന്ന് പറഞ്ഞില്ലേ? ആ ആ ശരിയാക്കാം. വെക്കട്ടെ. ആ അത് ശരി. അപ്പൊ ദുബായിൽ ബീഡി തിരപ്പായിരുന്നു ജോലിയില്ലേ? Yes, yes. Yes. ഇതല്ലേ ആള് മാറിയോ? അല്ല, ഇതല്ലേ ഹോസ്റ്റൽ? അയ്യോ, ഇത് കിട്ടേട്ടനല്ലേ? അതെ. അയ്യോ അയ്യോ, എടാ നീ ആയ മാറിയില്ലടാ കുഞ്ഞുണ്ണി. ഇത് ആരും എന്റെ കുഞ്ഞുണ്ണി അല്ലേ? കൊള്ളാ. ഇത് തന്നെ ആള്. പോകാം. കണ്ണട. അപ്പൊ വരട്ടെ. ഉള്ള കർലാസ് നാശായി. അവന്റെ ഒരു ദുബായും ഒരു കൂളിംഗ് ഗ്ലാസും ഒരു ബീഡി തിരപ്പും ഒറിജിനൽ ബസ് സ്റ്റാൻഡാ സാധനം. നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറയുന്നത്. ഗ്രാമത്തിൽ നിന്ന് വരുന്നവർക്ക് പരിഷ്കാരം കാണുമ്പോ ആഗ്രഹം ഉണ്ടാവാം. ഈ കാണുന്നൊക്കെ കൊള്ളാം, അതിന് സൗകര്യമുള്ളവർക്ക്. മോനെ, നമ്മുടെ കഴിവിനനുസരിച്ചൊക്കെ പോരെ. ശ്രീധരൻ എന്തുമാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നിന്നിവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിയാവൂ? അല്ല, അത് ഞാൻ പറയാതെ നിനക്കറിയാം. അത് നീ ഓർത്തിരുന്നാ നിനക്ക് തന്നെ നല്ലത്. നിനക്കിപ്പോ ഒറ്റ ചിന്തയെ പാടും. പഠിക്കുക, നന്നായി പഠിക്കുക, ചേട്ടനോടുള്ള കടമ നിർവഹിക്കുക. കേട്ടോ? അപ്പൊ ഞാൻ ഇറങ്ങുക. എനിക്ക് ബസ്സിന് സമയമായി. ഇതാ, ഈ കാശെടുത്ത് സൂക്ഷിച്ചു വെച്ചോ. അപ്പോ ഇനി വല്ലപ്പോഴും ഇങ്ങോട്ട് ഇറങ്ങാം. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ ഞാൻ ഇറങ്ങി തിരിച്ചത്. ഒടുക്കത്തൊരു ബസ് സമരവും ഇല്ലത്തൊന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്തോട്ട് എത്തിയതുമില്ല. ഞാൻ ബോംബെക്ക് എന്താ എന്നെ ഈ ഓട്ടോറിക്ഷ കൊണ്ടുപോകാൻ നോക്കുവോ? ഇവിടെ ഭൂമി വേണം എഴുതണ്ട ഓട്ടോറിക്ഷ കയറി ഈ കാലത്ത്. ഒരു രൂപ മാത്രം. എല്ലാ സാധനങ്ങളും ഒരേ ഒരു രൂപ മാത്രം. ഒരേ രൂപ മാത്രം. ഏതെടുത്താലും 1 രൂപ. ആശാനെ, ആ എന്താ വില? 1 രൂപ മാത്രം സാറേ. നോക്കിയെടുത്തട്ടെ. 1 രൂപ? ആ 1 രൂപ. ലാഭമുള്ളൂ. ഇതെന്താ വില? 1 രൂപയുള്ളൂ. 1 രൂപയുള്ളൂ? 1 രൂപയുള്ളൂ. 1 രൂപ. 1 രൂപ. അപ്പൊ ഇതെന്താ വില? ഏതെടുത്താലും 1 രൂപയാണ് സാറേ. സാറിന് ഇഷ്ടമുണ്ടെ വാങ്ങിച്ചാൽ മതി, ഇല്ലെങ്കിൽ പോവാം. ഭയങ്കര ലാഭമുള്ളൂ. 1 രൂപ. 1 രൂപ. സോഫ്റ്റ് ജീപ്പ് കണ്ടടിക്കാം. കാശും ഇല്ലാണ്ടായി. ഏതെടുത്താലും 1 രൂപ. കഷ്ടമാണ്. 1 രൂപ. എന്നാ 1 രൂപ. 1 രൂപ. ഏതെടുത്താലും 1 രൂപ അല്ലേ? നോക്കിയെടുത്താ അപ്പൊ 1 രൂപ. ഇതെടുത്താലോ? അമ്മണി, ജയിലിൽ കിടക്കുന്ന അവൻ എന്തിനാണ് നിനക്ക് കത്തെഴുതിയത്? എടി പറയാൻ. നിന്റെ അച്ഛനെ കൊന്നവൻ ജയിലിൽ നിന്ന് വരുന്നവരെ നിന്നെ എന്തിനെഴുതി അറിയിക്കണം? എടി നിന്നോടാ ചോദിച്ചത്. മര്യാദക്ക് പറ. ഇതിനു മുമ്പ് അവന്റെ എഴുത്ത് നിനക്ക് വന്നിട്ടുണ്ടോ? പിന്നെ ഇപ്പൊ എന്തിനാ അവൻ നിനക്ക് കത്തെഴുതിയത്?
നീ പറയില്ല അല്ലടി. എന്റെ അമ്മ ഒന്നും ചെയ്യരുത്, എന്റെ അമ്മ ഒന്നും ചെയ്യരുത്. ഇത്രയും നാൾ അമ്മയും മകനും കൂടെ ഒളിച്ചു കളിച്ച് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വന്തം ഭർത്താവിനെ തല്ലിക്കൊന്നവനാണ് മകളുടെ കാമുകൻ അല്ലേ? അവൻ പുറത്തു വരുന്ന നിമിഷം വീണ്ടും ഞങ്ങളിൽ ഒരാൾ ജയിലിൽ പോകും. അത് തീർച്ച. ആരായിരുന്നാലും ശരി, എന്റെ അച്ഛനെ കൊന്നവനെ ഞാൻ വെറുതെ വിടുകയില്ല. അത് മനസ്സിലാക്കൂ. ചില്ലറയില്ല, ഞാനും ചെയ്യണേ. ഞാൻ ഇന്നലെ തറവാട്ടിൽ നിന്നെത്തി. ശിവൻകുട്ടി നായർ എങ്ങോട്ടാ ധൃതിയിൽ യാത്ര? പിരിവിനായിരിക്കും. ഞാൻ സമയം കളയുന്നില്ല. എനിക്ക് കുറച്ച് പണം വേണം. തരില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു കൊച്ചു വീടും വേണം താമസിക്കാൻ. വാടകയൊന്നും തരില്ല. ധൃതിയില്ല. ആവശ്യം വരുമ്പോ അറിയിക്കാം. പൈസ എടുത്തേ. ആ എണ്ണയൊന്നും വേണ്ട. തൽക്കാലം ഇത് മതി. പറ്റേ. ആ പിന്നൊരു കാര്യം, തന്റെ കുത്തുപുള്ളി ബുക്കിൽ ചുവന്ന മഷി കൊണ്ട് ഈ കാശ് എന്റെ പേരിൽ എഴുതി വെച്ചേക്കരുത്. തന്നോടല്ലാതെ വേറെ ആരോടാ ഇത്ര സ്വാതന്ത്ര്യത്തോടെ എനിക്ക് ചോദിക്കാൻ സാധിക്കുക? കുറച്ചെങ്കിലും തനിക്ക് വേണ്ടി ഇടിയും തൊഴിയും കൊണ്ടല്ലേ? കേട്ടാ, ശ്രീധരൻ അറിഞ്ഞോ? ആ, അറിഞ്ഞു കാണും. എന്റെ ഗുരുവായൂരപ്പ, ഇനി എന്താണാവോ സംഭവിക്കാൻ പോകുന്നത്? കൃഷ്ണനുണ്ട് ജയിലിൽ നിന്ന് വന്നിട്ടുണ്ട്. എവിടാ അവൻ? ആര്? ഉണ്ണി. ഞാൻ കണ്ടില്ല. ഇന്നലെ ഇവിടെ എങ്ങാണ്ട് വന്നെന്നോ പോയെന്നോ ഒക്കെ പറയണ കേട്ടു. പിന്നെ ഏതല്ലേ, ഒന്ന് ചുമ്മാരുതേ. വെറുതെ ആവശ്യമില്ലാത്ത വല്ലതും പറഞ്ഞോണ്ടല്ലോ. ആ, മുതുക്കി മുതുക്കി. നീ പോടാ. നീ ആരാ ചോദിക്കാൻ? രണ്ടുപേരും ഒന്ന് കണ്ടുമുട്ടിയിരുന്നെങ്കിൽ, അതും ഈ കവലയ്ക്ക് വെച്ച് ഒരു ഉഗ്രം ഗുസ്തി കാണാമായിരുന്നു. അയ്യോടാ, എന്തൊരു തന്തോയം. ദേ ഗുസ്തി കാണണോ? ദേ ഇങ്ങോട്ടാ ഇങ്ങോട്ടാ, ഞാൻ കാണിച്ചു തരാം. വാ വാ. വൃത്തിയായിട്ട് പറഞ്ഞാലുണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കേ. ദേ ഞാൻ ഈ സാധനത്തിൽ കൊടുത്തു കളയും. ആ